ഗൈസ്, എല്ലാവർക്കും സുഖമല്ല. ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2-3 സാധനം വറുത്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. മല്ലി നല്ലോണം ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 3 ചുവന്നമുളക്, 4 മണി ഉലുവ. കഞ്ഞി നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. മല്ലി മുളകൊക്കെ വറുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചെറുകിയ നാളികേരം ചേർത്ത്, നാളികേരം കളറൊന്നും മാറണ്ട, ഒന്ന് ചൂടായി മാത്രം കിട്ടിയാൽ മതി. നാളികേരം നല്ലോണം ചൂടായിട്ട് ഇത് പാനിൽ നിന്ന് മാറ്റി തണുത്തതിന് ശേഷം വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 10 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഒന്ന് മിക്സ് ചെയ്യാം. 2 തക്കാളി ചേർക്കുന്നുണ്ട്, കുറച്ച് വേപ്പില, 1 പച്ചമുളക്. തക്കാളി നല്ല സോഫ്റ്റ് ആവട്ടെ. തക്കാളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് പൊടിയുടെ പച്ചമണം പോണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയത് ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. 2 മുരിങ്ങക്കോല്, 2 ഉരുളക്കിഴങ്ങ്, 10-12 ചെറിയ ഉള്ളി. ഈ എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണം വേവാനുള്ള വെള്ളം ചേർത്ത് കഷ്ണം ഒന്ന് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തുണ്ട്. നമ്മൾ അരച്ച് വെച്ചേക്കണം നാളികേരത്തിന്റെ മിക്സ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ചേർക്കുന്നുണ്ട്. കൂട്ടാനിൽ പുളി എത്ര വേണോ അതനുസരിച്ച് പുളിവെള്ളം ചേർത്തോളൂ. കൂട്ടാനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നാളികേരം അരച്ചത് ചേർത്തിട്ട് നല്ലോണം തിളച്ചു വിട്ടാ കൂട്ടാൻ. നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് സ്വാദ് നോക്കിക്കോളൂ കേട്ടോ, ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഈ കൂട്ടാനിന് ഇത്ര ചാറേ പാടുള്ളൂ, എന്നാലേ കൂട്ടാൻ സ്വാദ് ഉണ്ടാവുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ സ്വാദ് ഒന്നെങ്കിൽ അറിയാത്ത പോലെ ഉണ്ടാവും. ഒരു സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ ഒരു കൂട്ടാനാണ്. ഇപ്പം എല്ലായിടത്തും മുരിങ്ങക്കോലും ഉണ്ട്. ഇനി നിങ്ങൾ മുരിങ്ങക്കോല് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മലയാളം ഇട്ട് ഫ്ലെയിം ഓഫ് ആക്കുന്നു. ചോറിനും ചപ്പാത്തിക്കും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.